നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു ഇത് പോയിന്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന്. പലരും പല രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ രീതി ഇങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഈ ക്യാം, ഇതാണ് ഇതിൻ്റെ ക്യാം. അതാണ്ട് ഈ കറങ്ങുന്നത് ഇത് ഇതിൻ്റെ ക്യാം, ഇതാണ് ഇതിൻ്റെ ക്യാം. ഈ ക്യാമിന് തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പോയിന്റ് സെറ്റ് ചെയ്താലും കുറച്ച് ടൈം ഓടി കഴിയുമ്പോൾ അത് ടൈമിങ്ങിന് വ്യത്യാസം കാണിക്കും. ഈ ക്യാമിന് തടം ഉണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യണം. അതേപോലെ നമ്മൾ പുതിയ പോയിന്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പോയിന്റിൻ്റെ ഈ ടിപ്പ് ഉണ്ടല്ലോ, ഈ ടിപ്പ് രണ്ടും നൈസായിട്ടൊന്ന് ഫയൽ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ പിസ്റ്റൺ ടോപ്പിലിരിക്കുകയാണ്, ഇപ്പം പിസ്റ്റൺ ടോപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ടൂൾ ഇട്ടിട്ട് കറക്റ്റ് ഇതിനകത്ത് മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിങ്ങിനകത്ത് അറിയാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ടോപ്പ്. അപ്പം ടോപ്പിൽ വെച്ചിരിക്കുകയാണ്. ടോപ്പിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബ്രഷ് ഉണ്ട് ഇതിൻ്റെ, ഈ ഒരു ക്യാമ ടച്ച് ചെയ്യുന്നത്, അത് നമ്മുടെ ഈ ഒരു ക്യാമിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മുഴപ്പ് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ മുഴപ്പ് വരുന്ന ഭാഗത്തിന് കറക്റ്റ് ലെവലായിരിക്കണം. ഇപ്പോൾ ഇതിലൂടെ ഈ ഒരു കണ്ടൻസറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഴയ കണ്ടൻസറാണ്, ഞാൻ ആ പഴയതെ തന്നെ സെറ്റ് ചെയ്യുക, പുതിയത് വെക്കുന്നില്ല. ഇതിപ്പോൾ നമ്മളിത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുവരെ വണ്ടി ഓടി വന്നതല്ല, നമ്മളിപ്പോൾ പെട്ടിയോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് സെറ്റിംഗ് ആണ്. ഇനി നമുക്ക് പ്ലഗ് വയറിനകത്ത് കറണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കറണ്ടൊക്കെ പക്കയായിട്ടുണ്ട്. അതെ, പോയിന്റ് സെറ്റിംഗ് മാത്രമല്ല, ഇഗ്നീഷൻ കോയിൽ, കണ്ടൻസർ, ഇതും കറക്റ്റ് ആയിരിക്കണം. ആ പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്. ഇത് നമ്മൾ പോയിന്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എല്ലാവരും പോയിന്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൂട്ടൊരു സ്ക്രൂ ഡ്രൈവറോ കമ്പിയോ എല്ലാം പിസ്റ്റൺ ടോപ്പ് നോക്കാൻ വേണ്ടി പ്ലഗ് ഊരിയിട്ട് ഇങ്ങനെ കമ്പിയോ സ്ക്രൂ ഡ്രൈവറോ ഇട്ടിട്ട് നമ്മുടെ ഇതോട്ട് ക്രാങ്ക് ചെയ്ത് നോക്കും. ക്രാങ്ക് ചെയ്ത് നോക്കി ഒരു ഏകദേശം ഒരു വേണ്ട ഈ ഒരു ടോപ്പിൽ ഏകദേശം ഒരു ഉദ്ദേശത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വണ്ടിയുടെ ടൈമിങ് കിട്ടും. ഈ ടൂളാണ്. ഇതിനകത്താണ് നമ്മൾ പിസ്റ്റൻ്റെ ടോപ്പ് എടുക്കുന്നത്. നമ്മൾ കറക്റ്റ് പിസ്റ്റൺ ടോപ്പിൽ നിൽക്കുവാണ്. വീൽ പോയിന്റ് അഡ്ജസ്റ്റ് ആണ് കാണാൻ പറ്റും ഇതിനകത്തേക്ക്. പോയിന്റ് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് പെട്രോൾ കണക്ട് ചെയ്യുകയാണ്. കാർബറേറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഭയങ്കര മോശമായിരുന്നു. കാർബറേറ്ററിനകം വെള്ളവും ഒക്കെ നാശമായി കിടക്കുമായിരുന്നു. അപ്പോൾ എഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ക്രാങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കറക്റ്റ് നമ്മൾ പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഭയങ്കര സിമ്പിളായിരിക്കും. രാവിലത്തെ സ്റ്റാർട്ടിങ്